ഓപ്പറേഷൻ നുംകൂറിന്റെ ഭാഗമായുള്ള അന്വേഷണത്തിനായി ഭൂട്ടാൻ കസ്റ്റംസ് സംഘം കേരളത്തിൽ. മൂന്നാറിൽ ഇൻഡോ ഭൂട്ടാൻ സംയുക്ത കസ്റ്റംസ് ഗ്രൂപ്പ് യോഗം ചേരും. ഇരു രാജ്യങ്ങളും വാഹന കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച വിവരങ്ങൾ ചർച്ച ചെയ്യും. 50-ലധികം വാഹനങ്ങളാണ് കേരളത്തിൽ നിന്ന് മാത്രം പിടിച്ചെടുത്തത്. ഓപ്പറേഷൻ നുംകൂറിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ ഭൂട്ടാൻ കസ്റ്റംസും ഇന്ത്യൻ കസ്റ്റംസും തമ്മിലുള്ള ഒരു സംയുക്ത യോഗം ചേരുന്നത്. മൂന്നാറിലാണ് ഈ യോഗം ചേരുന്നത്. യോഗം തുടങ്ങിയിരിക്കുന്നു. രണ്ട് രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രധാനമായും തന്നെ എത്രത്തോളം വാഹനങ്ങൾ ഇവിടേക്ക് കടത്തി കൊണ്ടുവന്നു എന്നത് സംബന്ധിച്ച് വിശദമായൊരു പഠനം ഇന്ത്യൻ കസ്റ്റംസ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്രമാത്രം നികുതി വെട്ടിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഇതിലൂടെ ഉണ്ടായിട്ടുണ്ട്. ഈ രാജ്യങ്ങൾക്ക് എങ്ങനെയാണ് ഇതൊരു കുറ്റകരമായൊരു പ്രവണത വർദ്ധിച്ചു വരുന്നു, നാളുകളായി നിലനിൽക്കുന്നു, എങ്ങനെയാണ് ഈ സർക്കാർ സംവിധാനങ്ങളെ അടക്കം രണ്ട് രാജ്യങ്ങളിലെയും സർക്കാർ സംവിധാനങ്ങളെ അടക്കം ഇത്ര വിദഗ്ധമായി കബളിപ്പിച്ചുകൊണ്ട് ഈ രീതിയിൽ ഇവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നതെല്ലാം തന്നെ മനസ്സിലാക്കലാണ്, വിശകലനം ചെയ്യലാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം. കേരളത്തിൽ മാത്രം ഈ അടുത്തിടെ നടന്ന പരിശോധന കൊണ്ട് മാത്രം ഏതാണ്ട് 50-ലധികം വാഹനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിടിച്ചെടുത്തിട്ടുണ്ട്. അതൊരു സംസ്ഥാനത്തെ മാത്രമാണ്. രാജ്യത്തെ മൊത്തം കണക്കെടുക്കുമ്പോൾ അതൊരു ഞെട്ടിപ്പിക്കുന്നതായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ വാഹനങ്ങൾ ഭൂട്ടാനിലേക്ക് എത്തിക്കുക, ഭൂട്ടാനിൽ നിന്ന് കണ്ടം ചെയ്യുന്ന വാഹനങ്ങൾ അത് ചുരുങ്ങിയ വിലയ്ക്ക് പിടിച്ച് ഇന്ത്യയിലേക്ക് അസം വഴിയുള്ള അതുപോലുള്ള മേഖലകളിലൂടെ തന്നെ അരുണാചൽ പ്രദേശ്, അസം തുടങ്ങിയ മേഖലകളിലൂടെ മറ്റ് ഇന്ത്യയുടെ തന്നെ വിവിധ മേഖലകളിലേക്ക് എത്തിക്കുക, അത് ആവശ്യമായ ഓൾട്ടർ വർക്കുകളെല്ലാം ചെയ്തുകൊണ്ട് അത് കൂടിയ വിലയ്ക്ക് രാജ്യത്തെ തന്നെയും അറിയപ്പെടുന്ന ആളുകളിലേക്ക് തന്നെ എത്തിക്കുക. ഈ സ്പോർട്സ് വാഹനങ്ങളോടക്കം കമ്പമുള്ള വിൻറ്റേജ് വാഹനങ്ങളോട് കമ്പമുള്ളവർ അവരുടെ എല്ലാം തന്നെ ഗ്യാരേജുകളിലേക്ക് ഇത്തരം വാഹനങ്ങൾ എത്തിക്കുന്നതിന് അതിവിപുലമായ സംവിധാനങ്ങൾ ഈ ഒരു ശൃംഖലയ്ക്ക് ഉണ്ട് എന്ന് തന്നെയാണ് പ്രാഥമികമായ ഒരു വിലയിരുത്തൽ. അങ്ങനെയെങ്കിൽ അത് കൃത്യമായ രീതിയിൽ തന്നെ ഇല്ലാതാക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം. നികുതി വെട്ടിക്കൽ തടയുക എന്നതിനൊപ്പം തന്നെയാണ് മറ്റു രീതിയിലേക്ക്, രാജ്യദ്രോഹപരമായ മറ്റു രീതിയിലേക്കെല്ലാം തന്നെ ഇതിലൂടെ ലഭിക്കുന്ന പണം ഉപയോഗിക്കുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ സംശയിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് തന്നെയാണ് ഈ രണ്ട് രാജ്യങ്ങളിലെ സംയുക്ത അന്വേഷണ സംഘത്തിൻ്റെ ഒരു ടീം യോഗം ചേരാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിലും യോഗത്തിൻ്റെ ഒരു നടപടികൾ തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഓപ്പറേഷൻ നുംകൂറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ ശേഖരിച്ചിട്ടുള്ള വിവരങ്ങൾ പൂർണ്ണമായും കൈമാറുക, അതോടൊപ്പം തന്നെ ഭൂട്ടാനിൽ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ ഇത് തടയുന്നതിന് അല്ലെങ്കിൽ ഈ വാഹനങ്ങൾ സംബന്ധിയായ കാര്യങ്ങളിൽ എന്ത് വിവരങ്ങളാണ് ഭൂട്ടാൻ സർക്കാരിൻ്റെ കൈവശമുള്ളത്, ബന്ധപ്പെട്ട വകുപ്പുകളുടെ കൈവശമുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ വിശകലനം ചെയ്തു പോകുക എന്നതെല്ലാം തന്നെ ഈ യോഗത്തിൻ്റെ ലക്ഷ്യമായിട്ട് കരുതപ്പെടുന്നു. ഏതായാലും യോഗം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.